ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യുഎന്നിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യ. പാകിസ്ഥാൻ തെമ്മാടി രാജ്യമെന്ന് ഇന്ത്യ. സുരക്ഷാ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആഭ്യന്തര മന്ത്രാലയത്തിൽ വീണ്ടും ഉന്നതതല യോഗം. ഇന്ത്യൻ സൈനിക സ്കൂളുകളുടെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാനുള്ള പാകിസ്ഥാന്റെ ശ്രമം തകർത്തതായ റിപ്പോർട്ട്. പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്നാരോപിച്ച് കർണാടകയിലെ മംഗളൂരുവിൽ യുവാവിനെ തല്ലിക്കൊന്നു. രാജ്യസുരക്ഷയ്ക്കായി ചാര സോഫ്റ്റ്വെയർ പെഗാസസ് ഉപയോഗിക്കുന്നത് തെറ്റല്ലെന്ന് സുപ്രീം കോടതി. ആരുടെയെങ്കിലും സ്വകാര്യത ലംഘിക്കുന്ന തരത്തിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കുമെന്നും കോടതി. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിംഗ് വിവാദമായതോടെ പ്രധാനമന്ത്രി വരുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ച് സംസ്ഥാന സർക്കാർ. കണ്ടോൺമെന്റ് ഹൌസിൽ തുറമുഖ വകുപ്പ് മന്ത്രിയുടെ കത്ത് കിട്ടി. ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിന്റെ റോൾ വ്യക്തമാക്കിയിട്ടില്ല. വി.ഡി. സതീശനെ ക്ഷണിച്ചില്ലെന്ന ആരോപണം തെറ്റെന്ന് മന്ത്രി വി.എൻ. വാസവൻ. പ്രതികരിക്കാതെ വി.ഡി. സതീശൻ. പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ വേടൻ എന്ന ഹിരൺദാസ് മുരളി 2 ദിവസം വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ. ഇന്ന് എറണാകുളത്തെ ഫ്ളാറ്റിലും നാളെ തൃശൂരിലെ ജ്വല്ലറിയിലും തെളിവെടുപ്പ് നടത്തും. ഈ വർഷത്തെ SSLC ഫലം മെയ് 9 പ്രസിദ്ധീകരിക്കും. ഫലം കാത്തിരിക്കുന്നത് 4,27,000-ലേറെ വിദ്യാർത്ഥികൾ. സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 2 തുറക്കും. ഷാജി എൻ കരുണിന് യാത്രാമൊഴി. ഔദ്യോഗിക ബഹുമതികളോടെ ശാന്തി കവാടത്തിൽ സംസ്കാരം. അന്ത്യാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രീയ സാംസ്കാരിക ചലച്ചിത്ര രംഗത്തെ പ്രവർത്തകർ.